ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ക്യാരറ്റ് കൊണ്ടൊരു പായസമാണ്. അത് നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കിനി പാൻ ചൂടാക്കാൻ വെക്കാം. ചൂടായതിന് ശേഷം നമുക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം നമുക്ക് കശുവണ്ടി ഒന്ന് വറുത്തെടുക്കാം. കശുവണ്ടിയുടെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് മുന്തിരി ഇതുപോലെ വറുത്തെടുത്ത് ഇതും പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം. ഇനി നമുക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് 2 മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. ക്യാരറ്റിൻ്റെ കളർ മാറുന്ന വരെയും ഒന്ന് ഇളക്കി കൊടുക്കാം. ക്യാരറ്റിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര മെൽറ്റ് ആകണ വരെയും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ പഞ്ചസാര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 ലിറ്റർ പാലാണ് ചേർത്തേക്കണത്. പാലൊന്ന് നന്നായി തിളക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചവ്വരി ഇട്ട് കൊടുക്കാം. ഇത് 3 ടേബിൾ സ്പൂൺ ചവ്വരി വേവിച്ചെടുത്തതാണ്. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് 2 ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നന്നായി തിളക്കണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് മധുരം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കണ മുന്തിരിയും കശുവണ്ടിയും ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ക്യാരറ്റ് പായസം തയ്യാറായി കഴിഞ്ഞു. താങ്ക്സ് ഫോർ വാച്ചിങ്. ലൈക്ക് ആൻഡ് കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്.